ഹലോ. താടോ. കോഴിക്കോട് പോയല്ലേ? ഇന്നലെ പറഞ്ഞ സെറ്റാക്കിയല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇപ്പം പോയാലേ ബീച്ചിൽ വൈകിട്ട് കിട്ടോ? എങ്ങനാ പോവാ? നമ്മുടെ ഡോഡ്ജില്ലേ? ആ സെറ്റ്. നീ ഒന്ന് മുൻസിനെ വിളിച്ചു നോക്ക്. ആ ഓക്കെ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ എണീച്ചില്ലേ? നമ്മൾ പോണ്ടേ? ആ ഓക്കെ, ഞാൻ പറ്റാം. പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞങ്ങൾ അതിരാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി. ഉറക്കക്ഷീണം മാറ്റാൻ ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. കൊടുവള്ളി ബസ് സ്റ്റാൻഡിൻ്റെ അരികെയുള്ള ചായക്കടയിൽ കയറി. മുൻപൊന്നും അനുഭവിക്കാത്ത ബീച്ചിലെ വൈബാണ് രാവിലെ കിട്ടിയത്. തിരമാലകൾക്ക് ഞങ്ങളെ കാത്തിരിക്കുന്ന പോലെ തോന്നി. രാവിലത്തെ കാഴ്ചകൾ ഞങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം നൽകി. സ്വറ പറയുന്ന പ്രായമായവർ, ജോഗിങ്ങിനെത്തിയവർ തുടങ്ങിയ കാഴ്ചകൾ ഞങ്ങൾ ആസ്വദിച്ചു. ഒരു കോഴിക്കോടുകാരൻ ആയതിൽ അഭിമാനം തോന്നിയ നിമിഷം. ഈ ബീച്ച് കോഴിക്കോടിൻ്റെ ആത്മാവാണ്. എത്ര കണ്ടാലും അടുക്കാത്ത കോഴിക്കോടിൻ്റെ കാഴ്ചകളിൽ ഒന്ന്. രാവിലെ ബീച്ചിൽ വന്നതിനും അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉണ്ടായി ഇവിടെ. അപ്പോൾ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ വിചാരിക്കാനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ മുപ്പരോട് നമ്മൾ ജസ്റ്റ് വീഡിയോക്ക് ചോദിച്ചു. പക്ഷേ മുപ്പര് രാവിലെ എണീച്ചത് കൊണ്ട് മൂഡിലല്ല, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ വൈബാണ്. നമുക്ക് കൂടെ വന്ന് ഫോട്ടോ എടുത്ത് തന്നു. ഈ പോസ്റ്റ് ഏതായാലും അടിപൊളിയായി. കാരണം നമ്മൾ വിചാരിക്കാണ്ട് കിട്ടി. അതെ, ഇതിനുണ്ടല്ലോ, ഇത് പഴയ കാലത്ത് പിന്നെ ചരക്ക് കപ്പലുകൾ വന്നിരുന്ന ഒരു തുറമുഖം കഴിഞ്ഞത്. ആ, അപ്പോൾ സംഭവം എന്താ, പ്രാചീന തുറമുഖം തെക്കേ കടൽപ്പാലം ശേഷിപ്പുകൾ 1870-കളിൽ നിർമ്മിച്ച 2 കടൽപ്പാലങ്ങളിൽ ഒന്ന്. വിദേശ കപ്പലുകൾ ഇവിടെ കൈകാര്യം. അപ്പോൾ ചിലപ്പോൾ കൂടുതൽ അറബികളായിരുന്നു പണ്ട് ഇവിടുന്ന് ചരക്ക് കച്ചവടം വരാം. തെറി എന്നുള്ള അറിയില്ല, കാരണം വാണിജ്യപരമായിട്ട് അറബികളാണ് ആദ്യം വന്നത്, ഈ പോർച്ചുഗീസുകാർക്കൊക്കെ മുന്നേ. അപ്പോൾ ചിലപ്പോൾ അവരും ചിലപ്പോൾ അതിന് ശേഷം പോർച്ചുഗീസുകാരും എല്ലാവരും വന്നിട്ടുണ്ടാവും. ചരക്ക് ഈ വഴിയായിരിക്കും ചിലപ്പോൾ ചരക്കുകൾ വന്നത്, നമുക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും അതിൻ്റെ ഒരു അവശിഷ്ടമാണ്, അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ സംഭവം. പൊളിഞ്ഞു വെച്ചാൽ സംഭവം അറിയില്ല. അതിന് ശേഷം പിന്നെ ഈ ചരക്ക് ഈ തുറമുഖമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ശേഷിപ്പാണ് ഇത് അല്ലേ സംഭവം. അത് കോഴിക്കോടിൻ്റെ ഒരു വിൻറ്റേജ് ലുക്കിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു തുറമുഖത്തിൻ്റെ ഈ ഒരു അവശേഷിപ്പുകൾ. അടുത്തതായി ഞങ്ങൾ നടന്നു കയറുന്നത് കോഴിക്കോടിൻ്റെ പൈതൃകത്തിലേക്കാണ്. ഏതാണ്ട് 1000 വർഷം പഴക്കമുള്ള ചരിത്രത്തിലേക്ക്. മിഷ്കാൽ പള്ളി. അതിൻ്റെ ചരിത്രം മനസ്സിലാക്കി പള്ളിയുടെ കവാടം ഞങ്ങൾ താണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മിഷ്കാൽ പള്ളിന് മുന്നിലാണുള്ളത്. അപ്പോൾ ഒരുപാട് ചരിത്രങ്ങളുള്ള പള്ളിയാണ്. അപ്പോൾ ഇവിടെ ഈ പള്ളിയിൽ ചെറുപ്പത്തിലെ ഈ പള്ളി പരിപാലനമൊക്കെ ആയിട്ട് നിന്ന ഒരാളാണ് നമ്മൾ മുന്നിലുള്ളത്. നിങ്ങളെ പേരെന്തായിരുന്നു? കോയമോൻ എന്നാണ് ഇപ്പോൾ അങ്ങനെ വിളിക്കുക. അപ്പോൾ കോയമോനൊക്കെ നമ്മളോട് കാര്യങ്ങൾ പറയും, പള്ളീൻ്റെ ഈ ചരിത്രങ്ങളും അറിയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ചോദിച്ചു നോക്കാം, എന്തൊക്കെയാണ് ഈ പള്ളീൻ്റെ ചരിത്രങ്ങൾ? ഇത് 1/2 കാലത്ത് ഉള്ള പള്ളിയാണ്, നിർമ്മിച്ചതാണ്. നെഹൂദ മിസ്കാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന് കപ്പലോട്ടക്കാരനാണ്, വാറോട്ടക്കാരനാണ്.
അവരിവിടെ വന്ന് പിന്നെ ഇവിടെ കുറച്ച് താമസിച്ച് അവർക്കൊരു പള്ളി എടുക്കാൻ തോന്നി. ഈ ഭാഗത്തൊരു പള്ളി എടുക്കാനുള്ള ശ്രമത്തിൽ ആലോചിച്ചുകൊണ്ടിരുന്ന് പിന്നീട് ഒരു പള്ളിയായി എടുത്തത്. എടുത്ത് കഴിഞ്ഞ ശേഷം 7 തട്ടയെന്നാണ് പറഞ്ഞത്. 7 നില ഉണ്ടെന്നാണ് ഇപ്പോൾ കേട്ടത്. പക്ഷെ എങ്കിലും ഇപ്പോഴും 7 നില ഉണ്ടെങ്കിലും 3 നില ആണിപ്പം ഉപയോഗിക്കുന്നത്. ഈ പള്ളി ആക്രമിക്കാൻ വന്നു. ഇപ്പോൾ എന്താണ് പറയുക, ഈ പോർച്ചുഗീസുകാർ ആക്രമിക്കാൻ വന്നപ്പോൾ അന്നത്തെ രാജാവിൻ്റെ ആളുകൾ, ചില സമൂരിൻ്റെ ആളുകൾ, ചില മിലിറ്ററി, അന്നത്തെ പട്ടാള മിലിറ്ററി പോലീസുകാർ വന്ന് തടഞ്ഞ്. അന്ന് ഓലയായിരുന്നു, മുൻകാലങ്ങളിൽ ഓലയായിരുന്നു. ഈ ഓല വന്നിട്ട് ഈ ഭാഗത്ത് വന്നിട്ട് ഉരുവിൽ അന്നത്തെ പോർച്ചുഗീസുകാർ അന്നത്തെ കടൽ വഹിക്കാണ് വന്നത്. ആക്രമിച്ചുകൊണ്ട് പോയതാണ്, കത്തിച്ചുകൊണ്ട് പോയി. പിന്നെ അവർ പോയതിൻ്റെ ശേഷം രണ്ടാമത് പുതുക്കി പറഞ്ഞതാണ് രാജാവ് പുതുക്കി പറഞ്ഞ സാധനങ്ങളാണ് മരങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്. കൊണ്ടുവന്നത് പണി തേക്കാണ്, ഫുള്ള് തേക്കാണ്. 99% തേക്കാണ്. പിന്നെ കുറച്ച് ഉണ്ടാവും. ഇപ്പം പല നാട്ടിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആളുകൾ സന്ദർശിക്കാൻ വരുന്നുണ്ട് ഈ പള്ളി. കാരണം കോഴിക്കോടിന്റെ ചരിത്രമായിട്ട് അത്രയും ബന്ധമുണ്ടല്ലോ. മലബാറായിട്ട് വളരെ അറബികൾ നല്ല ബന്ധമുണ്ട്. ശരിക്കും നമ്മൾ കോഴിക്കോടിലെ നമുക്ക് പലർക്കും ഈ ചരിത്രം പല ആൾക്കാർക്കും അറിയാത്ത ആൾക്കാരുണ്ട്. നമ്മൾ പുതുതലമുറ ആയിക്കോട്ടെ, നമ്മളിതിനെ കുറിച്ചൊന്നും ശരിക്കും നമ്മളാരും അധികം അന്വേഷിച്ച് പോകണില്ല. പക്ഷേ ശരിക്കും നമ്മളിത് ഒരു എന്താ പറയുക, ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിന്റെ ഒപ്പരം 3 പള്ളികളില്ലേ ഇവിടെ ആദ്യം? ഇതും പിന്നെ ജമാഅത്ത് പള്ളിയും മച്ചുന്തി പള്ളി. ആ 2 പള്ളിക്കും ഇതിലേക്ക് കൂടുതൽ 1100 വർഷം എന്നാണ് എന്നോട് പറഞ്ഞത്. 1200 എന്നാണ് നെറ്റിലൊക്കെ കണ്ടത്. 200 തന്നെയാണ്. ആദ്യത്തെ പള്ളി മുച്ചുന്തി പള്ളി, രണ്ടാം പള്ളിയായിട്ടാണ് പിന്നെ ജമാഅത്ത് പള്ളി. അതിനുശേഷം വന്ന പള്ളിയാണ് 3ാം പള്ളിയാണ് ഇത്. പിന്നെ 4ാം പള്ളി ഉണ്ട്, അത് പൊളിച്ചു പോയി. അത് ജമാഅത്ത് സ്കൂളിൻ്റെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, അത് പൊളിച്ച് പണിഞ്ഞു പോയി. ഇപ്പം 3 പള്ളിയാണ്. ഇതേമാതിരി ഇത് തച്ചന്മാരിട്ട പള്ളിയാണ്. അതുകൊണ്ടാണ് നമ്മളെ പഴയ ക്ഷേത്രത്തിന്റെ ഒരു സ്റ്റൈല് ഈ പള്ളിക്ക് വരുന്നതുകൊണ്ട് തച്ചന്മാർ ഒരു പണിയേ അറിയുള്ളൂ. ഒരു അമ്പലത്തിന്റെ പണി മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പള്ളിക്കൊക്കെ ഒരു പഴയ ഒരു ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പ് ശില്പികള് തച്ചന്മാര് അവരാണ് പള്ളി പണിത്. ഈ പള്ളി ഇപ്പൊ അധികം മാറ്റങ്ങളൊന്നും വന്നില്ലല്ലോ പഴയ കാലത്തിന് ശേഷം. ഇല്ല, മാറ്റാൻ പറ്റൂല. പുതുക്കി പണിതൊന്നും ചെയ്തിട്ടൊന്നും. പുതുക്കി പണിക്കണേ, നിലവിൽ പുതുക്കി പണിക്കണേ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്. അല്ലാണ്ട് മൊത്തത്തിൽ ഇതിന്റെ ബാക്കിയുള്ള മരങ്ങളൊന്നും, ഉള്ളിലത്തെ മരങ്ങളൊന്നും മാറ്റിയിട്ടില്ലല്ലോ. ഇല്ല, മാറ്റിക്കണേ. മാറ്റി കേട് വന്ന മരങ്ങളല്ലേ. ഇത്തിരി വർഷമായില്ലേ? അത്രയും വർഷമായി. ശരിയാ. എന്നാ ശരി, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ നിങ്ങൾ സൗകര്യത്തിന് വേണ്ടി. കുറ്റിച്ചിറയുടെ മൊത്തത്തിലുള്ള അന്തരീക്ഷം ഞങ്ങളെ പഴമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാവിലത്തെ ഭക്ഷണത്തിനായി ഷെക്കുവിൻ്റെ സജഷൻ പ്രകാരം മിഷ്കാൽ മസ്ജിദിന് തൊട്ടടുത്തുള്ള ചാമ്പ്യൻസ് ഹോട്ടലിൽ കയറി. ശേഷം കോഴിക്കോടിൻ്റെ മട്ടാഞ്ചേരി എന്നറിയപ്പെടുന്ന ഗുജറാത്തി സ്ട്രീറ്റിലേക്ക്. ആദ്യകാലത്ത് 1400ഓളം ഗുജറാത്തി കുടുംബം ഇവിടെ താമസിച്ചിരുന്നു. ഇന്നിവിടം കഫേകളും ആർട്ട് ഗാലറികളുമായി ഈ സ്ട്രീറ്റിൽ പുതിയ മുഖം നൽകുന്നു. വലിയങ്ങാടിക്കും കോഴിക്കോട് ബീച്ചിനും ഇടയിലാണ് ഗുജറാത്തി സ്ട്രീറ്റ്. പാളയം മാർക്കറ്റ് കോഴിക്കോടിൻ്റെ തിരക്കേറിയ സീറ്റുകളിൽ മറ്റൊന്ന്. പച്ചക്കറികളാലും പഴവർഗ്ഗങ്ങളാലും അലങ്കരിച്ചിരിക്കുകയാണ് പാളയം മാർക്കറ്റ്. കച്ചവടക്കാരാലും ഉപഭോക്താക്കളാലും നിറഞ്ഞിരിക്കുകയാണ് പാളയം മാർക്കറ്റ് ഉടനീളം.
മിഠായി തെരുവ്, കോഴിക്കോടിൻ്റെ ഏറ്റവും തിരക്കേറിയ സ്ട്രീറ്റ്. സ്ട്രീറ്റ് ഉടനീളം കച്ചവടക്കാരാൽ നിറഞ്ഞിരിക്കുകയാണ്. ലോക പ്രശസ്തമായ അലുവ തന്നെയാണ് ഈ സ്ട്രീറ്റിൻ്റെ പ്രധാന ആകർഷക കാര്യം. ഒന്നും വാങ്ങാനില്ലെങ്കിലും നടക്കാൻ തന്നെ നല്ല രസമാണ് ഇവിടം. കോഴിക്കോടിൻ്റെ ചൂടേറിയ അന്തരീക്ഷത്തിൽ നിന്നും തണലേകുന്ന മാനാഞ്ചിറ. ആദ്യകാലത്ത് ടിപ്പു സുൽത്താനാണ് കോഴിക്കോടിൻ്റെ ജലക്ഷാമം മനസ്സിലാക്കി ഈ കുളം പണിതത്. ഞങ്ങൾ ഈവനിങ് ബീച്ചിലെത്തിയപ്പോഴേക്കും ആളുകൾ നിറഞ്ഞിരുന്നു. ഈ ബീച്ചിൻ്റെ സൺസെറ്റ് ഒരിക്കലും മടുക്കാത്ത ഒന്നാണ്. കോഴിക്കോട് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് വൈകുന്നേരങ്ങളിലെ കാഴ്ചകൾ ആസ്വദിക്കാനാണ്. ഈവനിങ് സമയങ്ങളിൽ കച്ചവടം സജീവമാകുന്നു. കല്ലുമക്കായ്, ചുരണ്ടി ഐസ് എന്നിവ ഇവിടുത്തെ ഇഷ്ട ഭക്ഷണങ്ങളാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, സീ യു ഇൻ ഫ്യൂച്ചർ.